എല്ലാവർക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു LED പവർ ലൈറ്റിൻ്റെ സെറ്റിങ്സ് ആണ്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ ഇനിയും പവർ ലൈറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മിക്സറിൽ പവർ ലൈറ്റ് വർക്ക് ചെയ്യിക്കുന്നത്, രണ്ട് പവർ ലൈറ്റ് എങ്ങനെ കണക്ട് ചെയ്ത് മിക്സർ ഇല്ലാതെ വർക്ക് ചെയ്യാം, അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കാണുന്നത് LP007H+ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡൽ ബിഗ് ഡിപ്പറിൻ്റെ ഒറിജിനൽ പവർ ലൈറ്റ് ആണ്. ഈ ഒരു പവർ ലൈറ്റിൽ മുന്നിൽ ഫ്രോസൺ ഗ്ലാസ് ആണ് വരിക. ഇതിനകത്ത് എല്ലാ പവർ ലൈറ്റിലെയും കൂട്ട് 54 LED അല്ല ഉണ്ടാവുക, ഇതിനകത്ത് 60 LED ഉണ്ടാവും. ഓരോ LEDയും 3 വാട്ട്സ് പക്ക ഉണ്ടാവുന്നത് കൊണ്ട് ഇത് തരുന്ന ലൈറ്റിൻ്റെ ത്രോ എന്ന് പറയുന്നത് 180 വാട്ട്സ് ആയിരിക്കും. ഇതിൻ്റെ ഫാനിൻ്റെ വാട്ട്സും കൂടെ ചേർന്നിട്ട് 200 വാട്ട്സ് ആണ് ഇത് എടുക്കുന്ന പവർ കൺസപ്ഷൻ എന്ന് പറയുക. നല്ല ത്രോ ആണ് ഇതിൽ നിന്നുണ്ടാകുന്ന ലൈറ്റിനുണ്ടാവുന്നത്. ഈ ഒരു പവർ ലൈറ്റ് RGB ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വയറാണ് കാണാനായിട്ട് കഴിയുക. പവർ ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനുമുള്ള 2 പവർ ലൈനും പിന്നെ DMX ഇന്നും DMX ഔട്ട്പുട്ടുമാണ് ഉണ്ടാവുക. ഇവിടെ ചെറിയ ഒരു ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഡിസ്പ്ലേയിലാണ് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ മോഡുകൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. പവർ ലൈറ്റിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നമുക്ക് 4 ബട്ടണുകൾ കാണാനായിട്ട് പറ്റും. മെനു എന്ന് പറഞ്ഞ ബട്ടൺ, അപ്പ് ഡൗൺ എൻ്റർ. മെനുവിൽ ഞെക്കിയിട്ടാണ് നമ്മൾ ഓരോ മോഡുകൾ പ്രസ് ചെയ്ത് മാറ്റുക. ഇതിനകത്ത് മൊത്തം ടോട്ടൽ നമുക്ക് 11 മോഡുകളാണ് ഉള്ളത്. അതിനകത്ത് ആദ്യം മുതൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് D001 എന്ന് പറയുന്ന DMXൻ്റെ മോഡാണ്. DMX മിക്സർ കണക്ട് ചെയ്ത് 3 ചാനലാക്കി ഇതിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ D001 എന്ന് പറയുന്ന മോഡ് നമ്മൾ ഉപയോഗിക്കുക. ഇതിനകത്ത് ഡിക്ക് ശേഷം കാണുന്നത് ഈ പവർ ലൈറ്റിൻ്റെ അഡ്രസ്സാണ്. 3 ചാനൽ എന്ന് പറയുമ്പോൾ റെഡ്, ഗ്രീന് പിന്നെ ബ്ലൂ, ഈ 3 ലൈറ്റുകളും നമുക്ക് മിക്സറിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു 3 ചാനൽ എന്ന് പറയുക. ഇനി ഡിക്ക് ശേഷം പിന്നെ ഉണ്ടാവുക A001 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 7 ചാനലിൻ്റെ മോഡാണ്. ഓരോ ചാനലിലും ഓരോ ഫങ്ഷനാണ് ഉണ്ടാവുക. റെഡ്, ഗ്രീന്, ബ്ലൂവിൻ്റെ ആ ഒരു ഇതിന് ശേഷം പിന്നെ സ്ട്രോബ്, സൗണ്ട് ആക്ടിവേറ്റഡ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 7 ഫങ്ഷനുകളാണ് A001 നമുക്ക് കിട്ടുക. അതിനുശേഷം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് 0 മുതൽ 255 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പ് ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഉള്ളത് ഗ്രീന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതും നമുക്ക് 0 to 255 വരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ബ്ലൂവിന് വേണ്ടിയിട്ടുള്ളതാണ്. 0 to 255 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ റെഡും ഗ്രീനും ബ്ലൂവും 255 ആണെങ്കിൽ നമുക്ക് വൈറ്റ് കിട്ടും. റെഡ് 255ഉം ബ്ലൂവും ഗ്രീനും 0 ആണെങ്കിൽ പക്ക ഇത് റെഡായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് മോഡാണ്. ഫ്ലാഷ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. ഈ ഒരു ഫ്ലാഷിങ്ങിൻ്റെ സ്പീഡ് നമുക്ക് ഓണും കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫ്ലാഷിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്ലാഷിംഗ് മോഡ് ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. അൾട്രാ സ്ട്രോബിലാണ് ഇത് ഫ്ലാഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മോഡിലേക്ക് പോവാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് കഴിഞ്ഞാൽ പിന്നെ ഇത് കളർ ചേഞ്ച് ആണ്. ഈ ഒരു കളർ ചേഞ്ച് നമുക്കിവിടെ ഇങ്ങനെ ഗ്രാജുവലായിട്ട് കളർ മാറുന്നത് നമുക്കിവിടെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇവിടെ നമുക്കുള്ളത് CL എന്ന് പറഞ്ഞൊരു മോഡാണ്. ഈ CL എന്ന് പറയുന്ന മോഡ് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് 8 കളർ ഔട്ട്പുട്ട് നമുക്ക് സെറ്റ് ചെയ്തിടാം. നമുക്ക് ഏതെങ്കിലും ഒരു കളർ വേണമെങ്കിൽ ഇതിനകത്ത് പ്രസ് ചെയ്താൽ മതി. 7, 6, 5, 4 ഇതിനകത്ത് ഈ നമ്പർ മാറുന്നതിനനുസരിച്ച് പ്രീസെറ്റായിട്ടുള്ള കളറുകൾ അതിനകത്ത് വരും. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് CL1 ആണ് ഇട്ടേക്കുന്നത്. CL1 നമുക്ക് റെഡ് കളറാണ് കിട്ടിയേക്കണത്. പിന്നെ CL2 ഇടുമ്പോൾ നമുക്ക് ഗ്രീൻ കളർ കിട്ടും. പിന്നെ CL3 ഇടുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൂ കളറാണ് കിട്ടുക. പിന്നെ CL4 ഇടുമ്പോഴത്തേക്കും നമുക്ക് വാം വൈറ്റ് കളർ കിട്ടും. നമുക്ക് വാം വൈറ്റിന് വേറെ മിക്സിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് നമുക്ക് ഇതിനകത്തുനിന്ന് വാം എടുക്കാൻ പറ്റും. CL5 നമുക്ക് യെല്ലോ കളറാണ് കിട്ടുക. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വന്നേക്കണത്. പിന്നെ നമുക്ക് CL6 പിങ്ക് കളറാണ് കിട്ടിയേക്കണത്. പിന്നെ CL7 ഇത് വന്നിട്ട് വൈറ്റ് കളറാണ് ഉണ്ടാവുക. ഓക്കെ, ഇതും കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു വൈറ്റാണ്.
വാം വൈറ്റിൻ്റെ രണ്ടാമതൊരു ഷെയ്ഡായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ ഒരു രീതിയിൽ നമുക്ക് 8 കളർ ഷെയ്ഡുകളിൽ നമുക്കിതിനകത്ത് ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പാർലൈറ്റിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും CL കഴിഞ്ഞാൽ CC എന്ന് പറയുന്നൊരു ഇതാണ്. ആ ഒരു മോഡിൽ ഇതുപോലെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്തൊരു മോഡ് D എന്ന് പറഞ്ഞൊരു മോഡാണ്. D എന്ന് പറയുന്ന മോഡിനകത്ത് സ്മൂത്തായിട്ടായിരിക്കും ആ ഒരു കളർ ട്രാൻസിഷൻ വരിക. മറ്റേതിനകത്ത് ഫ്ലാഷ് ചെയ്ത് ജമ്പ് ചെയ്താണ് പോകണമെങ്കിൽ ഇതിനകത്ത് ഗ്രാജുവലായിട്ട് ഈ ഒരു കളറ് ചേഞ്ച് ചെയ്യുന്നൊരു മെത്തേഡാണ് ഉണ്ടാവുക. പിന്നെ CP എന്ന് പറഞ്ഞാൽ കളർ പൾസാണ്. ഒരു പൾസ് വന്നു പോകുന്ന പോലെ ഇങ്ങനെ കത്തി തെളിഞ്ഞിട്ട് അടുത്തത് വരും. ഇതാണ് ഈ ഒരു മോഡിനകത്ത് വരുന്ന ഫങ്ഷൻ. പിന്നെ അടുത്ത മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് മോഡാണ്. ഇതിപ്പോൾ സൗണ്ടിനനുസരിച്ച് മാറും. ഞാനിപ്പോൾ സംസാരിക്കുന്നതിനനുസരിച്ച് ഈ ഒരു കളറ് മാറുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സൗണ്ട് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള മോഡാണിത്, ഈ ഒരു മോഡ്. അപ്പോൾ ഇത്രയും മോഡിലാണ് ഈ ഒരു പാർലൈറ്റ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പാർലൈറ്റ് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുമൊക്കെ വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് അയച്ചു തരാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ 2 പാർലൈറ്റ് കണക്ട് ചെയ്ത് മിക്സർ ഇല്ലാതെ ഒരുമിച്ച് എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്ന് കാണിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ മിക്സർ വെച്ചിട്ട് ഇതിനെങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നുള്ളതും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്